വിശുദ്ധ മർക്കോസ് വിശേഷം 7-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അവൻ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുത് എന്ന് അവനോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ ക്രിസ്തുവിനെ പ്രസിദ്ധമാക്കി. ഒരു ഊമനായിരിക്കുന്നവൻ, ഒരു ചെകിടനായിരിക്കുന്നവൻ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു. അവരുടെ ആവശ്യം തലയിലൊന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, തലയിലൊന്ന് കൈവയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ യേശു അങ്ങനെയല്ല ചെയ്തത്. അവന്റെ ചെവിയിലേക്ക് വിരലിട്ടു, അവിടെ തുപ്പി. അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള രോഗശാന്തിക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് ചെയ്തത്. ദൈവത്തിന് ചില പ്രത്യേക രീതിയിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആകയാൽ ആ വിധത്തിൽ തന്നെ അത് ചെയ്തു. അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തിലേക്ക് നോക്കി എഫദ എന്ന് പറഞ്ഞപ്പോൾ അവന് കേൾവി കിട്ടി. അവൻ സംസാരിച്ചു. ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ എത്രത്തോളം പറയരുത് പറഞ്ഞു അത്രത്തോളം അവൻ ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞു. രോഗശാന്തി നമ്മളിലേക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യും. അപ്പോസ്തലന്മാരിലൂടെയും അതുപോലെ തന്നെയായിരുന്നു. ദൈവം അവരവർ ഇഷ്ടപ്പെട്ട രീതിയിലല്ല, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രീതിയിലുള്ള ദൈവിക വിടുതലുകളെ കൊടുത്തു. ഇവിടെ തുപ്പേണ്ടി വന്നു, തൊടേണ്ടി വന്നു, ചെവിയിൽ വിരലിടേണ്ടതായിട്ട് കടന്നു വന്നു. അതെല്ലാം പൂർണ്ണ മനസ്സോടെ വിശ്വാസത്തോടെ അവൻ അംഗീകരിച്ചപ്പോൾ ഒരിക്കലും ഒരു മെഡിക്കൽ സയൻസിനും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അത്ഭുത പ്രവൃത്തി ദൈവത്തിൽ നിന്ന് അവൻ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ചിലതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ചൊരു രോഗശാന്തി നൽകും. സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എല്ലായിടത്തിലും ഒരേ തരത്തിലുള്ള രോഗശാന്തി ശുശ്രൂഷകളല്ല നടന്നത്. പലയിടത്തും പരീക്ഷന്മാർ ആഗ്രഹിച്ചു, ഇപ്രകാരം നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യണം, ഇങ്ങനെയാണ് രോഗശാന്തി. അല്ല, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് പലയിടത്തിലും പല വ്യത്യസ്ത രീതിയിൽ അത് ചെയ്ത് അത്ഭുതങ്ങൾ സംഭവിച്ചുവെങ്കിൽ ഇന്ന് ഏത് മോഡലിലുള്ള രോഗശാന്തി എന്നുള്ളതല്ല, നമുക്ക് ദൈവം ഒരു രോഗശാന്തി തരുന്നു. ക്രിസ്തു നമ്മെ സൗഖ്യമാക്കാൻ ആഗ്രഹിച്ചു. അതേത് വിധത്തിലും ആകട്ടെ, അതേത് വിധത്തിലാണെങ്കിലും പൂർണ്ണ മനസ്സോടുകൂടി നമുക്കതിനെ ഏറ്റെടുക്കുവാനായിട്ട് മനസ്സുണ്ടെങ്കിൽ ദൈവം വലുത് നിങ്ങൾക്കായിട്ട് ചെയ്യും. പൂർണ്ണ മനസ്സോടെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവഹിതമനുസരിച്ച് നമ്മളെ സൗഖ്യമാക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ എൻ്റെ ഇഷ്ടത്താലല്ല. എന്നെ ഒന്ന് തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ചെവിയിലാ വിരലിട്ടെ. എന്നെ ഒന്ന് തുടരണമെന്നാണ് ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ നാവിനെയാണ് യേശു തൊട്ടത്. എന്നെ ഒന്ന് തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ അവൻ എൻ്റെ മേൽ തുപ്പി. ഏത് വിധത്തിലും ആകട്ടെ, ഞാനത് ഏറ്റെടുക്കാൻ റെഡിയായിരിക്കുകയാണ്. ക്രിസ്തു തരുന്ന രോഗശാന്തിയുടെ ഏത് മോഡലും നമുക്ക് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാം, തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് ചിലരെ വിടുവിക്കും, കർത്താവ് ചിലരെ ആശീർവദിക്കും, കർത്താവ് ചിലരെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവപാദാരംഭത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഇപ്പോൾ അടിയോടൊപ്പം പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവിക വിടുതൽ സംഭവിക്കട്ടെ, ദൈവിക രോഗശാന്തികൾ സംഭവിക്കട്ടെ, ദൈവിക അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മാനസികമായി ശാരീരികമായി തളർന്നിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം അങ്ങ് വിടുവിക്കുകയും ആശ്വാസത്തോടും സമാധാനത്തോടും ശാന്തിയോടും അവർ കാണപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഉയരത്തിലെ സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ, ഉയരത്തിലെ കൃപ ഇവരുടെ മേലങ്ങ് വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.